ഹലോ എഗെയിൻ ഒരു വാട്ടയിറ്റിനിടെയാണ്. അത്ര സംഭവബഹുലമായ വാട്ടയിറ്റിനിടെ അല്ലെങ്കിലും നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു വാട്ടയിറ്റിനിടെയാണ്. വഴിയെ പറയാം. ഇന്ന് എൻ്റെ ഇപ്പോൾ ചായ കുടിക്കാൻ നമ്മുടെ നക്ഷമോനുണ്ട്. അവനുള്ള പത്തിരിക്ക് ഇട്ട് അവ ആദ്യമേ അവൻ്റെ ബേബി ചെയറിൽ അവിടെ വന്നിരുന്നിട്ടുണ്ട്. ആദ്യം ബേബി ചെയറിൽ നമ്മൾ മേശയമേ ഇരുന്ന് കഴിക്കാൻ നോക്കുമ്പോൾ അവൻ എത്തുന്നില്ല. അപ്പോൾ അവൻ്റെ അച്ഛമ്മ പോയിട്ട് അവന് അതുമ്മ വെക്കാനുള്ള സീറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് ഫുഡ് വെച്ച് കൊടുത്തു. രണ്ട് കൊട്ട് കൊട്ടിയിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ അവനെ കൺവിൻസ് ചെയ്ത്, ഞാൻ കൺവിൻസിങ് സ്റ്റാർ ആണല്ലോ, അതുകൊണ്ട് കൺവിൻസ് ചെയ്തിട്ട് അവന് ആ ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ അത് അവൻ നുള്ളിയൊക്കെ കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിക്കും, കുറച്ച് കളിക്കും, അങ്ങനെയൊക്കെ ആയിട്ടാണെങ്കിലും ആൾ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് നോക്ക്, ഞാനിതാ പാപ്പു കഴിക്കുന്നു എന്നൊക്കെ. അച്ഛൻ കേൾക്കാത്ത കാരണം നീട്ടി വിളിക്കുന്നൊക്കെ ഉണ്ടേ. അത് കഴിഞ്ഞിട്ട് ഓരോന്ന് നുള്ളി ആൾ അകത്തേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. കൈമലൊക്കെ ആവുന്നതൊക്കെയാണ് തിന്നുന്നത്, കാര്യമായിട്ടൊന്നും അകത്തേക്ക് എത്തുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് മുട്ടക്കറിയും കൂട്ടിയിട്ട് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു സ്പെഷ്യലാണെന്ന്. ഈ ഐറ്റാട്ടോ സ്പെഷ്യൽ. നമുക്കിത് ചോറിൻ്റെ ഒപ്പം മാമ്പഴ പുളിശ്ശേരിയാണ് കേസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിനൊപ്പം മീൻകറിയൊക്കെ ഉണ്ട്, ഞാൻ അങ്ങോട്ട് നോക്കുന്നേ ഇല്ലേ. എനിക്കിത് ഈ ഒരു ഐറ്റം മാത്രം മതി നിന്ന്. ആ 2 മാങ്ങയും കഴിച്ചാൽ ഞാനാണേ വേറെ ആർക്കും ഞാൻ കൊടുത്തില്ല. മാമ്പഴ പുളിശ്ശേരി കഴിക്കുമ്പോൾ അതിലുള്ള ഈ ഉണക്കമുളകൊക്കെ ഉണ്ടല്ലോ, ആ മുളക് ഇങ്ങനെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ആ ചോറിൽ കൂട്ടി കഴിക്കണം ഗൈസ്. ഭയങ്കര ടേസ്റ്റാണ്. ചെറിയൊരു എരിവും മധുരവും പുളിയൊക്കെ കൂടിയിട്ട് ഒരു രക്ഷയില്ലേ ഗൈസ്, സ്വർഗം തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ മാമ്പഴ സീസണായിട്ട് അമ്മ ഇത് 2ാമത്തെ വട്ടമാണ് ഉണ്ടാക്കി തരുന്നത്. ആദ്യത്തെ വട്ടം ഞാൻ വീട്ടിലായിരുന്നു, അപ്പം അമ്മ എനിക്ക് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും ഞാൻ തന്നെ കഴിച്ചത്. ചില ആൾക്കാർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമല്ല, ഈ മധുരമൊക്കെ കൂട്ടി ചോറിനാ ഇഷ്ടമല്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ ആ മാങ്ങ കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേസ്. ആ മാങ്ങയുടെ മധുരവും ആ തൈരിൻ്റെ പുളിയും ചെറിയൊരു എരിവും എല്ലാം കൂട്ടിയിട്ട് അടിപൊളിയാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ലക്ഷ്മണനായിട്ട് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ എത്തിയപ്പോൾ ഞാൻ നമ്മുടെ മാങ്ങ കൊണ്ട് തന്നെ ഒരു മാംഗോ മൽബ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഐറ്റാണ്. ഇപ്പോൾ ഈ ചൂടിലൊക്കെ നമുക്ക് കുടിക്കാൻ ഭയങ്കര റീഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഐറ്റാണ്. ഭയങ്കര യമ്മിയാണ് കേട്ടോ. ഞാനതിങ്ങനെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിർത്താൻ തോന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടെ അമ്മയ്ക്കും ലക്ഷ്മണനൊക്കെ കൊടുത്തു, അച്ഛനൊക്കെ കൊടുത്തു. അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ രാത്രി വീണ്ടും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.